എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പേ ഇട്ട വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോ. ഇടുക്കി കട്ടപ്പന സ്ഥലത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങുകയാണ്. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ അവരുടെ സർവീസൊക്കെ നല്ലതായിരുന്നു എന്ന് അവിടെ കൗണ്ടറിൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ താമസിച്ചത് വിക്ടോറിയ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു. ഇവിടുത്തെ സർവീസും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു നല്ല തിരക്കുണ്ടായ ഒരു കടയാണ്. ഞങ്ങൾ തലേ ദിവസം രാത്രി ഇതിലേ പോയപ്പോൾ ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ പ്രാവുകൾ നമ്മുടെ കാലിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്ന് ഫുഡ് താഴെ വീഴുന്നതൊക്കെ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇട്ടുകൊടുത്ത് പ്രാവിനെ. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് രാമക്കൽ മേടാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് അവിടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇവിടെ നമ്മളോട് അവർ പറഞ്ഞു ഇവിടെ ജീപ്പ് സവാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജീപ്പ് സവാരിക്ക് പോയില്ല. പകരം നമ്മളിവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് നമുക്ക് കുറച്ച് നടക്കണം. അവിടെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് ദൂരം ഇതുപോലെ ഒരു കയറ്റം ഉണ്ട്. അതുകൊണ്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു. കയറ്റം കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഇത് നന്നായിട്ട് ക്ഷീണിക്കും. അതുപോലെയുള്ള ഒരു നല്ല ഒരു സ്റ്റെപ്പും കയറ്റവും ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളിത് ഇങ്ങനെ നല്ലൊരു മനോഹര ദൃശ്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു.
കണ്ടാ? ആ, ഏതാ ചാനലിന്റെ പേര്? മുത്തുവാവ 524. മുത്തുവാവ 524. എന്റെ ബിനി റോബർട്ട് എന്നാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് സബ്സ്ക്രൈബും? എനിക്ക് 3700 കഴിഞ്ഞു. ഏണിങ്സ് വീണ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. നന്നായി വരട്ടെ. താങ്ക് യു. അതിൽ ചാനലൊന്ന് ഇതാക്കി വിടുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോ കമന്റ് ഇടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി പോവാമല്ലോ. ഓക്കെ. ഇവിടെ കൊറവൻകുറുത്തി സ്റ്റാച്ചു പണിത് 2005 പണിത് ഉദ്ഘാടനം ചെയ്തു. അപ്പം അന്ന് 5 രൂപ പാസ്സുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മളിവിടെ കട സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഒത്തിരി ആൾക്കാരുണ്ടായാലും ഇപ്പോഴാണ് ആൾക്കാർ ഇപ്പോഴൊക്കെ തുടക്കമല്ലേ, ആൾക്കാർ വന്ന് പോകുന്ന രാമക്കല്ലെന്ന് പറയുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നീട് ഈ സ്റ്റാച്ചു പണിത പിന്നെയാണ് ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്ന് ഇപ്പം ഭയങ്കര ആളാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടറിവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിന്റെ 2 മലകള്, ഒന്ന് കുറവൻ മല, ഒന്ന് കുറത്തി മല. അത് ടൂറിസം പ്ലേസ് ആയിട്ട് രാമക്കൽമേടി സ്റ്റാച്ചു ആയിട്ട് പണിതു. അതിന്റെ ഇവിടെ വരാൻ കാരണം ഇത് രാമക്കൽമേട് എന്നുള്ള ഇത് രാമൻ വനവാസകാലത്ത് ആ കല്ല് വന്നിരുന്നൊക്കെ ആയിട്ടാണ് ഐതിഹ്യം. ആ കല്ലിന്റെ അല്ല, അപ്പൊ അതിനെ ബന്ധപ്പെട്ടാണ് ഈ കുറവനും കുറത്തിയാണേലും ശിവനും പാർവതി എന്നൊക്കെയാണ് സങ്കല്പത്തിൽ പറയുന്നത്. അങ്ങനെ ഇവിടെ ശിവനും പാർവതിയാണ് കുറവനും കുറത്തി അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ ഇത് ഏത് രീതിയിലാണ്. ഐതിഹ്യം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. തിരിച്ചിപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അമ്മാമ്മ ഞങ്ങളോട് പറഞ്ഞത് വേറൊരു രീതിയിലാണ്. 50-60 പക്ഷികൾ ഏറ്റവും കൂടുതൽ ആയുസ് വരാൻ പറ്റും. 60 വരെ ഇത് ഒറ്റ ഇണയേ ഉള്ളൂ. ഇത് പെണ്ണ് മുട്ടയിട്ട് അവിടെ ഇരിക്കുമ്പോഴേ പിന്നെ ആൺപക്ഷി തീറ്റടി പോകുന്നത്. അടിച്ച് പോകുമ്പോൾ കളിമണ്ണ് കൊണ്ട് കൊച്ചിന്റെ അടച്ചു വെച്ചു. ഈ ആൺപക്ഷി വന്ന് തുറന്ന് തീറ്റ ഇട്ട് കൊടുക്കും, പിന്നെ അടച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ആൺപക്ഷിക്ക് പോകുന്ന വഴിക്കുന്നതിൽ അപകടം സംഭവിച്ചാൽ ആ പെൺപക്ഷിയും കുഞ്ഞുങ്ങളിൽ ചാവുകയുള്ളൂ, പുറത്തിറങ്ങത്തില്ല. പിന്നെ അതിന്റെ വംശം തീർന്നു. അതുപോലെ ആ ആൺപക്ഷി വേറെ പോയി കിട്ടത്തുമില്ല, നല്ലൊരു ചാവുകയുള്ളൂ. അതായത് മനുഷ്യന്റെ വേറെ തേടിയൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ജീവൻ തീരും. പിന്നെ ഇത് അതൊരു മരത്തൈ കൊത്തിക്കൊണ്ട് വന്നുണ്ടോ, മരത്തയ്യ. അപ്പോൾ 7-ാം പേര് വന്നപ്പോൾ അതിന്റെ മരക്കുറ്റിക്ക് തീ പിടിച്ച് അതിന്റെ ഭാര്യയും മക്കളും ചത്തുപോയി. അപ്പോൾ ഒരു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങളത് രാജാക്കാടുള്ള ഈ ഒരു സ്ഥലത്താണ് വന്നത്. ഡാം ആൻഡ് ഡെയിൽ ടൂറിസം പ്രോജക്റ്റ് എന്നും പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ പ്രത്യേകിച്ച് അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഗാർഡനും കുറച്ച് ഊഞ്ഞാലൊക്കെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു.
വരുന്ന വഴി നമ്മൾ പൊന്മുടി ഡാം അതിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ ഡാമിൽ ഇപ്പോൾ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആ ഡാമിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരേ വൈബുള്ള ആളുകൾ ചേർന്നിട്ടുള്ള യാത്ര അതിമനോഹരമായിരിക്കും. അതിനേക്കാൾ ഇരട്ടി മധുരമായിരുന്നു ഞങ്ങൾക്ക് ഈ യാത്രയിൽ. ഞങ്ങൾ കണ്ട കാഴ്ചകളേക്കാൾ ഞങ്ങൾക്ക് സന്തോഷമുളവാക്കിയത് ഒരു ഭവനം ഞങ്ങൾ സന്ദർശിച്ചു. അവിടുത്തെ ഞങ്ങൾ ചെന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷം നിമിഷങ്ങളും ഞങ്ങൾക്കുണ്ടായ സന്തോഷമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പോയ ഒരു ഭവനമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ യാത്രയുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ആ വീട്ടിൽ ഞങ്ങൾക്ക് പോയപ്പോൾ ലഭിച്ചത്. അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുകയാണ്. തിരികെ പോരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ വഴിയിൽ കണ്ട ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.